രക്ഷപ്പെടണ്ടേ നമുക്ക്? സമയമായില്ലേ? അതെങ്ങനെ അറിയാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ മരവിച്ച് കിടക്കുകയാണ്, അതല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കുടുങ്ങി കിടക്കണമെന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണോ? രാവിലെ ഉണരുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ആ ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കാര്യമായിട്ട് ആക്റ്റീവാണ്. അതിനുശേഷം നമ്മൾ വൈകുന്നേരം വരുന്നു, പതിവ് പോലെ ഫോണിൽ തോണ്ടുന്നു, എന്നിട്ട് അവിടെ തുറക്കുന്നു. ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് എത്ര നാളായി? എത്ര കൊല്ലമായി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരേ സോഴ്സ് ഓഫ് ഇൻകത്തിൽ തന്നെ, ഒരേ രീതിയിൽ തന്നെ, ഒരേ റൊട്ടീനിൽ ഭയങ്കര മൊണോട്ടണസ് ആയിട്ട് ജീവിക്കുന്നു? ധാരാളം സമയമായി, സത്യമായിട്ട് സമയം. അതായത് ഒന്ന് നിങ്ങളുടെ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കൊറ്റ വരുമാനം പോരാ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 വരുമാനം മിനിമം വേണം. അതിലേറെ വരുമാനം കൊണ്ടെങ്കിൽ അത്രയും നല്ലത്. 2, നമ്മൾ സോ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു സ്പേസിൽ തുടരരുത്. നമ്മൾ അവിടുന്ന് മാറണം, എത്രയും പെട്ടെന്ന് ചാടണം. എന്നിട്ട് പുതിയ ചിലപ്പോൾ റിസ്ക് ഒക്കെ സംഭവിക്കും. ലൈഫാണ്, റിസ്ക് ഇല്ലാത്ത കാര്യങ്ങൾ. നമ്മളൊക്കെ എത്രയോ പേരുടെ കഥ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. റിസ്ക് എടുക്കാതെ നമുക്ക് വിജയം ഉണ്ടാവില്ല. റിസ്ക് എടുക്കണമെന്നേ ഉള്ളിലൊരാഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാകണം നിങ്ങൾ ജീവിക്കുന്നത് തന്നെ. തൊട്ടടുത്തൊരു 5 കൊല്ലത്തിനപ്പുറം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് നിങ്ങൾ ഉണരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളെ കൊണ്ട് പറ്റുകയും ചെയ്യും. പരക്കട്ടെ പ്രകാശം.